കൊച്ചിലെ മുതലേ എനിക്ക് സംഗീതത്തോട് വലിയ താല്പര്യമായിരുന്നു. 5 വയസ്സ് മുതൽ സംഗീതം പഠിക്കാനിരുന്നു. 11 വയസ്സായപ്പോൾ അരങ്ങേറ്റം നടന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥന്മാരിലൊരാളായിരുന്നു LPR വർമ്മ. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാടകരംഗത്തേക്ക് കടക്കാനുള്ളൊരു കാരണക്കാരൻ. ഞാൻ കവിയൂർ NSS ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശങ്കരാടി, തോപ്പിൽ ബാസി, പരൂർ ദേവരാജൻ ഇവരെല്ലാവരും കൂടി എന്നെ വന്ന് കണ്ടു. പാടാൻ വേണ്ടി, അഭിനയിക്കാനല്ല കേട്ടോ, അങ്ങനെ പാടാൻ വേണ്ടിയിട്ടാണ് നാടകരംഗത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ അന്നും കുറച്ച് ഭൂഷണിച്ച ശരീരപ്രകൃതമൊക്കെ ആയിരുന്നുണ്ട്. എല്ലാവരും കൂടി പിടിച്ച് വേഷം കെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അഭിനയം പറഞ്ഞാൽ തന്ന എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന തോപ്പിൽ ബാസിയാണ്. അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചായം തേക്കുന്നത്. സിനിമാ വേദിയിൽ വരാനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ LPR വർമ്മ തന്നെയാണ്. LPR വർമ്മയാണ്. പിന്നെ മരിച്ചുപോയ നമ്മുടെ തങ്കപ്പ മാസ്റ്റർ അറിയാവോ, ഡാൻസ് മാസ്റ്റർ, അദ്ദേഹം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് ഡയറക്ടറായിരുന്നു. അപ്പോൾ പുള്ളി സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പം മെരിലാൻഡിൽ ഏതോ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ മുതലാളി ഏതോ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളിനെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പോയി പറഞ്ഞിട്ടുണ്ട് മുതലാളിയുടെ അടുത്ത്, ഇങ്ങനെ ഒരു സോഫ്റ്റ് ഫേസൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, പക്ഷെ അഭിനയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും വിളിച്ചൊന്ന് അഭിനയിപ്പിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് സ്ക്രീനിൽ മുഖം കാണിക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേകം 62 63 എന്ന് എനിക്ക് ഓർമ്മയില്ല. ആദ്യമായിട്ട് അഭിനയിച്ചത് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് കരച്ചിലായിരുന്നു.